ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം 2 ശമൂവേൽ 13 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ശമൂവേൽ 13 അധ്യായം 12 വാക്യം. അവൾ അവനോട്, എൻ്റെ സഹോദര, അരുതേ, എന്നെ അപമാനിക്കരുതേ. ഇസ്രായേലിൽ ഇത് കൊള്ളരുതാത്തതല്ലോ, ഈ വഷളത്വം ചെയ്യരുതേ. ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യൻ അഥവാ ഇസ്രായേലിൻ്റെ മധുര ഗായകൻ എന്ന പേരിന് അർഹത നേടിയ വ്യക്തിയായിരുന്നു ദാവീദ്. BC 1010 മുതൽ 970 വരെ ആയിരുന്നു ദാവീദ് രാജാവിൻ്റെ കാലഘട്ടം. ഇസ്രായേലിൽ ഭരണം നടത്തിയ 2ാമത്തെ രാജാവായിരുന്നു ദാവീദ്. കമാൻഡർ അഥവാ വീരയോദ്ധാവ് എന്നതാണ് ദാവീദ് എന്ന പേരിൻ്റെ അർത്ഥം. ഈ രാജാവിൻ്റെ കുടുംബജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവങ്ങളാണ് ഇന്നത്തെ വായനാ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഒരു വ്യക്തിയുടെ പാപം കുടുംബത്തെയും ആ സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് ഇവിടെ കാണുന്നു. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, നിയന്ത്രണമില്ലാത്ത ആഗ്രഹം നാശത്തിലേക്ക് നയിക്കുന്നു. ബഹുഭാര്യാത്വത്തിൻ്റെ ഫലമായി മക്കളെ അനുസരണത്തിൽ വളർത്തുവാൻ കഴിവില്ലാത്ത ചഞ്ചലചിത്തനായ പിതാവായിട്ട് നമുക്കിവിടെ ദാവീദിനെ കാണുവാനായിട്ട് കഴിയും. പിതാവായ ദാവീദിൻ്റെ ബലഹീനതകൾ മക്കളിൽ വെളിപ്പെടുന്നു. ദാവീദിൻ്റെയും നിയന്ത്രണമില്ലാത്ത ആഗ്രഹം കൊണ്ട് ചെന്നെത്തിച്ചത് നാശത്തിലായിരുന്നു. ഇവിടെ അമ്നോനും തൻ്റെ സഹോദരിയോട് തെറ്റായ ആഗ്രഹം തോന്നുന്നു. അതിൻ്റെ ഫലമായി തൻ്റെ സഹോദരിയുടെ ചാരിത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സ്വന്തം സുഖങ്ങൾ നേടിയെടുക്കുന്ന അമ്നോനെയാണ് നമ്മളിവിടെ കാണുന്നത്. അതിനാൽ അനിയന്ത്രിതമായ ആഗ്രഹം നമ്മെ പാപത്തിലേക്ക് നയിക്കുന്നു. ആ പാപം മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്യും. ഇന്നും നമ്മുടെ സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം ആഗ്രഹങ്ങളാണ്. ലഹരി വസ്തുക്കളോടുള്ള അമിതമായ ആഗ്രഹങ്ങൾ, സോഷ്യൽ മീഡിയയോടുള്ള അമിതമായ ആഗ്രഹങ്ങൾ, സമ്പത്തിനോടും അധികാരത്തോടും ഒക്കെയുള്ള അമിതമായ ആഗ്രഹങ്ങൾ, ശാരീരികമായ ആഗ്രഹങ്ങൾ, ഇവയ്ക്ക് നാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. അല്ല എങ്കിൽ ഇവ നമ്മെ നാശത്തിലേക്ക് നയിക്കും എന്ന് ഇന്നത്തെ വായനാ ഭാഗം നമ്മോട് പറയുന്നു. രണ്ടാമതായിട്ട്, തെറ്റിനെതിരെയുള്ള മൗനം പ്രശ്നങ്ങൾ വഷളാക്കുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സാധാരണയായി 3 തരത്തിൽ പ്രതികരിക്കാം. 1 ശരിയായ സമീപനം, 2 തെറ്റായ പ്രതികരണം, 3 മൗനം. ഇവിടെ ദാവീദ് രാജാവ് ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും പ്രതികരിക്കുകയോ ശക്തമായ നടപടി സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. അതിനാൽ ദാവീദിൻ്റെ മൗനം അബ്ശാലോം എന്ന തൻ്റെ മറ്റൊരു മകൻ്റെ പ്രതികാരത്തിന് വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ തെറ്റിനെ അവഗണിക്കുന്നത് അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. എല്ലാ കാര്യങ്ങളിലും നീതി നടപ്പിലാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. കുടുംബത്തിലോ സമൂഹത്തിലോ തെറ്റുകൾ കണ്ടാൽ പ്രതികരിക്കുക. നീതി നിലനിർത്തിക്കൊണ്ട് ശരിയായ രീതിയിൽ പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ തെറ്റുകൾ നമ്മുടെ കൺമുൻപിൽ കണ്ടിട്ടും നമ്മൾ മൗനം പാലിക്കാറുണ്ടോ എന്ന് ചിന്തിക്കുക. എൻ്റെ ആഗ്രഹങ്ങൾ ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. ദൈവത്തോട് ചേർന്ന് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാനും തെറ്റിനെതിരെ കണ്ണടയ്ക്കുന്നവരായല്ല ശരിയായ രീതിയിൽ പ്രതികരിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാനും അനീതിയോട് സമരസപ്പെടാതെ നീതി നടപ്പിലാക്കുന്നവരായും തീരുവാൻ, അങ്ങനെ ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ആമേൻ.